അത് പുതിയൊരു ടെക്നോളജിയാണ്. നയ ടെക്നോളജി. ഇതെന്തിനാണ് ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞിരിക്കുന്നത് അറിയാമോ? വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിലവിലുള്ളത് വെങ്ങളത്താണ്. വെങ്ങളത്ത് നല്ല രീതിയിലുള്ള വർക്കിന്റെ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെങ്ങളത്ത് പ്രധാനമായിട്ടും എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. അതായത് ദേശീയപാത കംപ്ലീറ്റ് പില്ലറിന്റെ മുകളിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാനം ഗാർഡറുകൾ ഇവിടെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ സ്റ്റീൽ ഗാർഡറുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം വലിച്ചിട്ട് അത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റീൽ ഗാർഡറുകളൊക്കെ നിലവിൽ കൂട്ടിയിട്ടത് കാണാൻ സാധിക്കും. ഈ സ്റ്റീൽ ഗാർഡറുകളൊക്കെ നമ്മളെ ആ ഒരു എലിവേറ്റഡ് ഹൈവേ നമ്മളെ ആ ഒരു വെങ്ങളത്ത് ഒരു അണ്ടർ പാസേജ് കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു ഈ സ്റ്റീൽ ഗാർഡറുകളൊക്കെ വരുന്നത്. ഒരുപാട് ഗാർഡറുകൾ, കണ്ടമാനം ഗാർഡറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ എക്സ്പാൻഡഡ് ഗാർഡറുകൾ, അതായത് ഇത്ര ലിമിറ്റിൽ കൂടുതൽ ഹൈറ്റും അതേപോലെ ലെങ്ത്തുമുള്ള ഗാർഡറുകളിലാണ് ഈ രീതിയിലുള്ള സ്റ്റീൽ കമ്പികൾ കടത്തിവിടുന്നത്. അപ്പോൾ ആ കമ്പികൾ കടത്തിവിടാനുള്ള ഒരു മെഷീനാണ്. ഇത് ഉപയോഗിച്ചു കൊണ്ടാണ് ഇതിനകത്ത് ഈസി ആയിട്ട് കടത്തിവിടുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വലിയ എക്സ്പാൻഡഡ് ഗാർഡറുകൾ കാണാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ കൂടുതൽ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റേ, അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി, പിന്നെ കുറച്ചുകൂടി ബലത്തിന് വേണ്ടിയൊക്കെയാണ് ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നേക്കാൾ കൂടുതൽ നല്ല കൺസ്ട്രക്ഷൻ മേഖലയിൽ പാണ്ഡിത്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ള വർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസും അവരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷനും മാത്രമേ ഉള്ളൂ. വെങ്ങളം ജംഗ്ഷൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് യാത്രയാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആളുകളിങ്ങനെ നോക്കി എന്താ സ്റ്റീൽ ഗാർഡറുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ സ്റ്റീൽ ഗാർഡർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മൊത്തം എക്സ്പാൻഡഡ് ബീമിൻ്റെ കളിയാണ്. ബീം കൊണ്ട് കളിയും ചിരിയാണ്. ഇവിടെയുള്ള ഒരുപാട് എക്സ്പാൻഡഡ് ബീം ഗാർഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിലവിൽ പുതിയ ഗാർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടമാനം 100 കണക്കിന് ഗാർഡറുകൾ ഇവിടെ ആവശ്യമുണ്ട്. ദേശീയപാത ഇവിടെയൊക്കെ ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് പാപങ്ങൾ കോൺക്രീറ്റ് ചെയ്യണം. നമ്മൾ 12 മണി 11 മണി തൊട്ട് 2 മണി വരെയുള്ള വെയിൽ താങ്ങാൻ പറ്റില്ല, ആ വെയിൽ കൊള്ളാൻ പാടില്ല എന്നൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ. എന്തായാലും നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കത് ബാധകമല്ല. അവർക്ക് അതൊന്നും നോക്കിയാൽ പണി നടക്കില്ല. അപ്പം നിലവിൽ വെങ്ങളം ആ ഒരു ഹൈവേയുടെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെയൊക്കെ ഗാർഡറുകൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റ് വർക്കാണ് നിലവിൽ ചെയ്യാൻ ബാക്കിയുള്ളത്. വൺ സൈഡിൽ 3 വരി പാതയുടെ കോൺക്രീറ്റ് വർക്ക് ഓൾറെഡി ഒരു റോയിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റോയിലുള്ള വർക്കാണ് നടക്കാനുള്ളത്. നമ്മളങ്ങനെ വെങ്ങളം ആ ഒരു ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിലാണ്, ഈ ഒരു പ്രദേശത്താണ് സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റീൽ ഗാർഡറുകൾ അതിവിടെയാണ് സ്ഥാപിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയും പാസ് ചെയ്ത് നോക്കാം. ഉള്ളിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്യുന്നില്ല, വെറുതെ. നിലവിൽ KMC എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പുതിയൊരു ടെക്നോളജിയാണ്. നയ ടെക്നോളജി.
ഇതെന്തിനാണ് ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞിരിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? ഈ കടുത്ത വേനൽ ചൂടിൻ്റെ സമയത്ത് നമ്മൾ ഈ ക്യാനകത്തുള്ള വെള്ളം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ മുകളിലുള്ള തൊഴിലാളികൾക്ക് നല്ല തണുത്ത വെള്ളം കിട്ടാണ്ടിട്ടുള്ള എന്തായാലും ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ സംശയിച്ചു. ഇവനാണ് അതിൻ്റെ ഒരു ഐഡിയയുടെ ആള്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണെന്ന് പറഞ്ഞത്. പശ്ചിമ ബംഗാളിൽ ഭയങ്കര തണുപ്പും ഇവിടെ ഭയങ്കര ചൂടുന്നാണ്. अभी इधर कैसा है? गर्म है? हाँ गर्म है, बहुत गर्म है? हाँ मीडियम है। मीडियम. बंगाल में ठंडी है बहुत ज़्यादा. बहुत ठंडी है. അതാണ് നമ്മളെ ബൈക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ഓടിച്ചോളാം. വെങ്ങളം കഴിഞ്ഞ അവിടെയുള്ള ദേശീയ പാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ 6 വരി പാതയുടെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. 6 വരിയും ലെഫ്റ്റ് സൈഡിൽ പഴയ 3 വരിയാണ്. ഇതാണിപ്പം പുതിയ ടാർ ചെയ്ത 3 വരി. ഇതിലൊക്കെ വാഹനങ്ങൾ എങ്ങനെയാണ് പോകേണ്ടി എന്ന് കൺഫ്യൂഷനാകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. വണ്ടിയൊക്കെ വരുന്നതാണ്ടോ? നമ്മൾ വരുന്ന കാണുമ്പോൾ നമ്മളാണോ റോങ് അവനാണോ റോങ് എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ഡിവൈഡറൊക്കെ വെക്കേണ്ടതായിരുന്നു, പക്ഷെ വെച്ചിട്ടില്ല. അതൊരു ഫോൾട്ട്, ഒരു പരാജയം തന്നെയാണ്. നമ്മളെ പുറക്കാട്ടേരി പാലം അല്ല, പുറക്കാട്ടേരിയല്ല, നമ്മളെ കോരപ്പുഴ പാലം. കോരപ്പുഴ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആ ഒരു ഫൈലിംഗ് ഒക്കെ നിർത്തി ഇനി റൈറ്റ് സൈഡിലൂടെയാണ് വർക്ക് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിലവിലുള്ള ഈ പാലവും അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇപ്പം നമ്മളിപ്പോൾ തൊണ്ടയാട് അല്ലെ തൃശ്ശൂർ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഭാഗം കൂട്ടിയെടുത്തുകൊണ്ട് മറ്റേ പ്രദേശം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ദേശീയപാത എക്സ്പാൻഡഡ് ആയിട്ട് ഇപ്പോൾ പുതിയ ബ്രിഡ്ജൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിലനിർത്തിയിട്ട് അതിൻ്റെ കൂടെയാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ പില്ലറിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പില്ലർ ടോപ്പിൻ്റെ വർക്കടക്കം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് മെയിനായിട്ട് ഈ പ്രദേശത്ത് ബാക്കിയുള്ളത്. ഓപ്പോസിറ്റ് സൈഡും നമ്മൾ തൃശ്ശൂർ അല്ലെ നമ്മൾ തൊണ്ടയാട് ആ ബൈപ്പാസ് ആ ഒരു പ്രദേശത്തേക്കുള്ള സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് മന്ദം പുരോഗമിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. 6 വരി പാത പൂർത്തിയായിട്ടുള്ള മറ്റൊരു പ്രദേശമാണ്. ഇവിടെയൊക്കെ ഫുള്ള് കോറി വേസ്റ്റൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോറി വേസ്റ്റൊക്കെ അടിച്ച് ലെവൽ ചെയ്യാനുള്ള പണികളാണെന്ന് തോന്നുന്നു. നാടൻ ഭക്ഷണശാല. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് നിലവിൽ ഇവിടെ വർക്ക് നടക്കുന്നത്. ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. നമ്മൾ പുറക്കാട്ടേരി പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത്.
പഴയ ദേശീയപാതയാണ് നിലവിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ആ ദേശീയപാത കംപ്ലീറ്റ് മണ്ണ് താഴ്ത്തിയിട്ട് ഇതേപോലെ പില്ലറുകൾ വന്നിട്ട് അതിൻ്റെ മുകളിലൂടെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ദേശീയപാത വരുന്നത്. അതിൻ്റെ സർവീസ് റോഡാണ് നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാമനാട്ടുകര, പാവങ്ങാട് ഈ ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് റൂട്ട് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തിരിയാത്ത രീതിയിലേക്ക് എലിവേറ്റഡ് ഹൈവേ ഇങ്ങനെ ആര് സൈഡും തരൂല, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കത്തൂല. ഇവിടെയൊക്കെ കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേ ആണ്. പിന്നെ ഇവിടുന്ന് ദേശീയപാത താഴ്ന്ന് പിന്നെ ഭൂമിയിലൂടെ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ആറി വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു സർവീസ് റോഡാണ്. പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അധികം വലുപ്പമില്ലാത്ത ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു അണ്ടർ പാസേജ്. ദേശീയപാത ഈ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ച ഈ രീതിയിലുള്ളതാണ്. ഭാഗങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമ്മൾ സർവീസ് റോഡിലൂടെ യാത്ര. ഇതൊക്കെ സർവീസ് റോഡൊക്കെ ഇപ്പം പുതുതായിട്ട് ടാർ ചെയ്താണ്. ഈ ടാറിങ് കണ്ടാൽ അറിയില്ലേ, ബ്രിക്സിലുള്ള സൈഡ് വാളാണ് ഇവിടെയൊക്കെ വരുന്നത്. ആ ബ്രിക്സിൻ്റെ മുകളിൽ 6 വരി പാത ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്രിക്സിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് ഇവിടെയെല്ലാം 6 വരി പാത മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാവൂർ റോഡ്, കാലിക്കട്ട്, ഇവിടെ 6 വരി പാതേൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി. സർവീസ് റോഡും 6 വരി പാതയും എല്ലാം പൂർത്തിയായ ഒരു പ്രദേശമാണിത്. നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമാണിത്. ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവം എരഞ്ഞിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. എരഞ്ഞിക്കൽ അമ്പലത്തിലെ ഉത്സവം ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എരഞ്ഞിക്കൽ ഈ ഒരു പ്രദേശത്തൊക്കെ 6 വരിയും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ വീണ്ടും ഗേഡറുകൾ, കണ്ടമാനം ഗേഡറുകൾ ഇവിടെയും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോലി, വിവാഹ അഭ്യർത്ഥന എന്നങ്ങനെ മൊത്തം പരസ്യമാണ് ഇവിടെ. ജോലിയുടെ പരസ്യം, വിവാഹ ബ്യൂറോയുടെ പരസ്യം, ടെൽ കോളറ പരസ്യം,
അങ്ങനെ കണ്ടമാനം പരസ്യം നമ്മൾ ക്രാഷ് ബാരിയർ നമ്മൾ കാണുന്നുണ്ട്. എക്സ്പാൻഡഡ് ബീം നിരനിരയായി വരിയായി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എന്ന് പറഞ്ഞ പോലെ എക്സ്പാൻഡഡ് ബീമിൻ്റെ ഒരു റാലി തന്നെയാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ എരഞ്ഞിക്ക് വരെയുള്ള പ്രദേശം കവർ ചെയ്ത് അടുത്തൊരു പാർട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്നാണ്. എരഞ്ഞിക്കൽ കഴിഞ്ഞിട്ടുള്ള പ്രദേശം ടാറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 വരി പാതയുടെ ടാറിങ് കഴിഞ്ഞു, 3 വരി പാതയുടെ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു 3 വരി പാതയുടെ ടാറിങ് ആണ് ബാക്കിയുള്ളത്. ലെവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.